ചരിത്രം എന്നത് എഴുതപ്പെട്ട രേഖകൾ മാത്രമല്ല, അത് ചിലപ്പോൾ മായ്ച്ചു കളയപ്പെട്ടതോ അല്ലെങ്കിൽ ആരും കാണരുതെന്ന് ആഗ്രഹിച്ച് ഒളിപ്പിച്ചു വെച്ചതോ ആയ സത്യങ്ങളാണ്. നമ്മുടെ ഈ ലോകത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും മനുഷ്യർ തുറക്കാൻ മടിക്കുന്ന ചില വാതിലുകളുണ്ട്. അത് വെറും ഒരു ഭയം കൊണ്ടല്ല, മറിച്ച് ആ വാതിലുകൾക്ക് പിന്നിലെ ചരിത്രം പുറത്തു വന്നാൽ ഇന്നുവരെ നമ്മൾ വിശ്വസിച്ച പലതും തിരുത്തി കുറിക്കേണ്ടി വന്നേക്കാം എന്നതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് അന്ധവിശ്വാസങ്ങളെയല്ല, മറിച്ച് ചരിത്രപരമായ തെളിവുകളെയാണ്. ഭരതക്കോൺ മുതൽ ഈജിപ്ത് വരെ നീളുന്ന തുറക്കപ്പെടാത്ത വാതിലുകളുടെ യഥാർത്ഥ ചരിത്രം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നാണ്. 8-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിൽ വരെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച തൃപ്പടിദാനം മുതൽ ക്ഷേത്രത്തിലെ സമ്പത്ത് അതീവ സുരക്ഷയിലാണ്. 2011 സുപ്രീം കോടതി ഇടപെടലിന് ശേഷം 6 നിലവറകളിൽ 5 തുറന്നു. കണ്ടെത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരമായിരുന്നു. പക്ഷേ ചരിത്രവും വിശ്വാസവും ഒരേപോലെ തടസ്സം നിൽക്കുന്ന ഒന്നാണ് ബി നിലവറ. ഇതൊരു സാധാരണ വാതിലല്ല. 1930കളിൽ എമിലി ഗിൽക്രിസ് ഹാച്ച് എന്ന ചരിത്രകാരി എഴുതിയ പുസ്തകത്തിൽ പറയുന്നത് 1908 ചിലർ ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ 100 കണക്കിന് പാമ്പുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവർ പിന്മാറിയെന്നുമാണ്. എന്നാൽ ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ഈ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയേറിയ ഇരുമ്പ് കൊണ്ടാണ്. ഇതിന് പിന്നിൽ കടലിന്റെ ശബ്ദം കേൾക്കാമെന്ന് ചിലർ പറയുന്നു. ഈ നിലവറ അറബിക്കടലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകാമെന്നും വാതിൽ തുറന്നാൽ ശക്തമായ ജലപ്രവാഹം ക്ഷേത്രത്തിന്റെ അടിത്തറയെ തന്നെ തകർത്തേക്കാമെന്നും ചില ആർക്കിടെക്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവകോപമാണോ അതോ എഞ്ചിനീയറിംഗ് അത്ഭുതമാണോ എന്നറിയില്ല. പക്ഷേ രാജകുടുംബവും വിശ്വാസികളും നിയമവും ഒരേപോലെ പറയുന്നു, ആ വാതിൽ അടഞ്ഞു തന്നെ കിടക്കട്ടെ. ഇന്ത്യയിൽ ഒരു വാതിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണെങ്കിൽ ചൈനയിൽ ഒരു വാതിൽ കാത്തു സൂക്ഷിക്കുന്നത് മാരകമായ വിഷമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ഒരു ചക്രവർത്തിയുടെ വാശി. ചൈനയെ ഒന്നിപ്പിച്ച ആദ്യ ചക്രവർത്തി ക്വിൻ ഷി ഹുവാൻ BC 210 അദ്ദേഹം മരിച്ചപ്പോൾ തനിക്കായി നിർമ്മിച്ച ഒരു വലിയ നഗരത്തിന് നടുവിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഇന്ന് നമ്മൾ കാണുന്ന ടെറാക്കോട്ട പടയാളികൾ ആ ശവകുടീരത്തിന്റെ കാവൽക്കാർ മാത്രമാണ്. യഥാർത്ഥ ശവകുടീരം ഒരു കുന്നിന് താഴെ ഇന്നും സ്പർശിക്കപ്പെടാതെ കിടക്കുന്നു. എന്തുകൊണ്ടാണ് ചൈനീസ് സർക്കാർ ഇത് തുറക്കാത്തത്? ഇതിന് ഉത്തരം നൽകുന്നത് BC 91 ജീവിച്ചിരുന്ന ചൈനീസ് ചരിത്രകാരൻ സിമ ക്യുവാൻ ആണ്. അദ്ദേഹത്തിന്റെ രേഖകൾ പ്രകാരം ചക്രവർത്തിയുടെ ശവകുടീരത്തിൽ 100 നദികൾ കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊഴുകുന്നത് വെള്ളമല്ല, മറിച്ച് ദ്രാവക രൂപത്തിലുള്ള മെർക്കുറി അഥവാ രസമാണ്. ഇതൊരു വെറും കഥയല്ല. ആധുനിക ശാസ്ത്രജ്ഞർ ആ കുന്നിന് മുകളിലെ മണ്ണ് പരിശോധിച്ചപ്പോൾ സാധാരണയേക്കാൾ 100 ഇരട്ടി മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തി. മാത്രമല്ല, നിലവിൽ നമ്മുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് തുറന്നാൽ പുറത്തെ വായു തട്ടി ഉള്ളിലെ ചരിത്ര രേഖകളും മൃതദേഹവും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചാരമായി മാറും. അതുകൊണ്ട് ആ ചരിത്രം മണ്ണിനടിയിൽ തന്നെ ഇരിക്കാനാണ് തീരുമാനം. ചൈനയിലെ മണ്ണ് വിഷം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഇന്ത്യയിലെ ആഗ്രയിൽ യമുന നദിക്കരയിലുള്ള ഒരു അത്ഭുതം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നിയമം കൊണ്ടാണ്. 1631 ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച താജ്മഹൽ ലോക അത്ഭുതങ്ങളിലൊന്ന്. എന്നാൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ചരിത്രകാരന്മാർക്കിടയിൽ വലിയൊരു തർക്ക വിഷയമാണ് ഇതിന്റെ ബേസ്മെന്റ് അഥവാ താഴത്തെ നിലവറകൾ. താജ്മഹലിന്റെ പ്രധാന തറയ്ക്ക് താഴെയായി 22 മുറികൾ ഉണ്ടെന്നത് ഒരു സത്യമാണ്. ആഗ്രയിലെ ചൂടുകാലത്ത് ചക്രവർത്തിക്കും സംഘത്തിനും വിശ്രമിക്കാൻ നിർമ്മിച്ചതാണ് ഈ തഹ്ഖാന എന്ന് മുഗൾ ചരിത്രരേഖകൾ പറയുന്നു. എന്നാൽ PN ഓക്ക് ഉൾപ്പെടെയുള്ള ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് താജ്മഹൽ പണിയുന്നതിന് മുൻപ് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും വിഗ്രഹങ്ങളും മറ്റു തെളിവുകളും ഈ അടച്ചിട്ട മുറികളിൽ ഉണ്ടെന്നുമാണ്. പക്ഷേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ വാദങ്ങളെ തള്ളിക്കളയുന്നു. അവർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പ്രകാരം ഈ മുറികൾ ഘടനാപരമായ ബലത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. ഇത് തുറന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ കടക്കുകയും അത് താജ്മഹലിന്റെ മാർബിൾ അടിത്തറയെ ദ്രവിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ചരിത്രം തിരുത്തപ്പെടേണ്ട ഒന്നാണോ അതോ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണോ എന്ന തർക്കത്തിൽ ആ 22 വാതിലുകളും ഇന്നും പൂട്ടിക്കിടക്കുന്നു. അവസാനമായി നമ്മൾ എത്തുന്നത് ഈജിപ്തിലാണ്. ഫറവോ ഖാഫ്രെ നിർമ്മിച്ചതെന്ന് കരുതുന്ന സ്ഫിങ്സ് 1990കളിൽ പ്രശസ്ത ഭൂഗർഭ ശാസ്ത്രജ്ഞനായ റോബർട്ട് ഷോക്ക് നടത്തിയ പഠനങ്ങളിൽ സ്ഫിങ്സിന്റെ അടിയിൽ വലിയൊരു ശൂന്യമായ സ്ഥലം കണ്ടെത്തി. ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത് ഹോൾ ഓഫ് റെക്കോർഡ്സ് എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന് മുൻപേ ഉണ്ടായിരുന്ന അറ്റ്ലാന്റിസ് പോലുള്ള സംസ്കാരങ്ങളുടെ അറിവുകൾ ഇവിടെ ഉണ്ടാകാമെന്ന് എഡ്ഗർ കേസി പ്രവചിച്ചിരുന്നു. എന്നാൽ ഈജിപ്ഷ്യൻ അധികൃതർ പറയുന്നത് അവിടെ ഒന്നുമില്ല എന്നാണ്. അവിടെ കുഴിക്കുന്നത് സ്ഫിങ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞ് എല്ലാ ഗവേഷണങ്ങളും തടയപ്പെട്ടിരിക്കുന്നു. ഈ വാതിലുകൾക്ക് പിന്നിൽ എന്താണ്? നിധിയാണോ, വിഷമാണോ, അതോ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന സത്യങ്ങളാണോ? നമ്മൾ അതറിയാൻ സമയമായിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കുന്നതാണ് മനുഷ്യരാശിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലേത് വാതിലാണ് തുറക്കപ്പെടേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.